ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്, അതുപോലെ ചാർജ് ഡെൻസിറ്റീസ് എന്തൊക്കെയായിരുന്നു അല്ലേ. അത് കാണാത്തവർ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണുക. അതുപോലെ ഡൈപോൾ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസസ് തിയറം. ഗോസസ് തിയറം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കതിൻ്റെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതുപയോഗിച്ചിട്ട് ഒരു ചാർജ്ഡ് വയറിൻ്റെ അതുപോലെ എന്താണ് ഷീറ്റിൻ്റെ ഷെല്ലിൻ്റെ ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഗോസസ് തിയറം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് 2 ഡയമെൻഷൻ ആയതുകൊണ്ട് ഇത് അങ്ങനെ ഒരു ഇതേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ബോൾ, ഒരു ക്ലോസ്ഡ് സർഫസ്, ഏത് ഷേപ്പും ആവട്ടെ, ബോൾ തന്നെ ആവണമെന്നില്ല, ഏത് ഷേപ്പിലുള്ളതാണ് ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? ഒരു സർഫസിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് ഓഫ് എനി ഷേപ്പ്, ഏത് ഷേപ്പും ആവാം, കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ സർഫസിനുള്ളിലുള്ള ചാർജിൻ്റെ 1/ε0 ടൈംസ് ആയിരിക്കും. 1/ε0 ടൈംസ് ദി ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് ആയിരിക്കും എന്നുള്ളതാണ് ഗോസസ് തിയറം പറയുന്നത്. ദി ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, total flux through a closed surface is 1/ε0 times the total charge enclosed by the സർഫസ്. അതായത് ഈ സർഫസിൻ്റെ ഉള്ളിലൊരു ചാർജ് ഉണ്ടെങ്കിൽ, ഒരു ഫുട്ബോൾ കൺസിഡർ ചെയ്യാം. ഫുട്ബോളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറച്ച് ചാർജ് ഉണ്ട് വിചാരിച്ചുള്ളൂ, അതിൻ്റെ ഉള്ളിലിട്ടോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ചാർജ് ഇൻറ്റു 1/ε0 ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ചാർജുകൾ വെച്ചാൽ ആ ഒരു ചാർജ് എടുക്കാം. ഇപ്പോൾ 2-3 ചാർജുകൾ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ചാർജിൻ്റെ സം എടുക്കണം, ടോട്ടൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഗോസസ് തിയറം പറയുന്നത് അതാണ്, ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. നമുക്ക് ഇക്വേഷനായിട്ട് എന്ത് എഴുതാം? Phi ഈസ് ഈക്വൽ ടു Q/ε0. Phi ഈസ് ഈക്വൽ ടു നമ്മൾ മുൻപും ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട് അല്ലേ. Phi ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഒന്നുകിൽ E.A എന്നെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ d∅ ഈസ് ഈക്വൽ ടു E.ds എടുത്തിരുന്നു. അത് വെച്ചിട്ട് ടോട്ടൽ ഫ്ലക്സ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? Phi ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E.ds എടുക്കാം. അപ്പോൾ ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഫൈക്ക് യൂസ് ചെയ്യാം ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ. അപ്പോൾ ഗോസസ് ലോ പറയുന്നത് എന്താണ്? ഗോസസ് തിയറം പറയുന്നത് എന്താണ്? ദി ടോട്ടൽ ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്. ആ ക്ലോസ്ഡ് സർഫസ് ഇവിടെ നമ്മളിപ്പോൾ സ്ഫെറിക്കൽ ഷേപ്പാണ് കൺസിഡർ ചെയ്ത്, സ്ഫെറിക്കൽ ഷേപ്പ് വേണമെന്നില്ല, ഏത് ഷേപ്പ് നമുക്ക് എടുക്കാം. ടോട്ടൽ ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. നമ്മളതിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? Phi ഈസ് ഈക്വൽ ടു Q/ε0 എന്നുണ്ടായിരിക്കും. ഇതാണ് ഗോസസ് തിയറം പറയുന്നത്. ഇത് വെറുതെ പറഞ്ഞാൽ പോലെ നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് നമ്മളെ ഗോസസ് തിയറം. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ഒരു പോയിൻ്റ് ചാർജ് കൺസിഡർ ചെയ്യണം. Q എന്നുള്ളൊരു പോയിൻ്റ് ചാർജ്. അപ്പോൾ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ക്ലോസ്ഡ് സർഫസ് വേണം അല്ലേ. ഗോസസ് തിയറം പറയുന്ന ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഗോസസ് തിയറം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ക്ലോസ്ഡ് സർഫസ് വേണം. അപ്പോൾ ഈ ചാർജിന് ചുറ്റും നമുക്കൊരു ക്ലോസ്ഡ് സർഫസ്, ഒരു ഇമാജിനറി സർഫസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ഇമാജിനറി സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയും. എന്താണ്? ഗോഷ്യൻ സർഫസ്. നമ്മൾ ആ ചാർജിന് ചുറ്റും കൺസിഡർ ചെയ്യുന്ന ഇമാജിനറി സർഫസിനെ വിളിക്കുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. നമ്മളൊരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇവിടെ ഇതൊരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ് പോവുക, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്ക് വരും അല്ലേ. അപ്പോൾ സർഫസിന് നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ആണ് ഫ്ലക്സ്. അപ്പോൾ ഇവിടെ ഈ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും.
അതുകൊണ്ട് നമ്മളിവിടെ എന്താ ചെയ്യുക, നമ്മളിവിടെ ചെറിയ ഒരു ഏരിയ കൺസിഡർ ചെയ്യും. ഈ സർഫസിലുള്ള ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യും. അതിനെ നമുക്ക് എന്തെടുക്കാം, DS എന്നെടുക്കാം, ചെറിയൊരു ഏരിയ. അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്തെടുക്കാം, E എന്നും എടുക്കാം. അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എന്തെടുത്തു, E എന്നും കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടുത്തെ ചെറിയ ഇലക്ട്രിക് ഫ്ലക്സ് d∅ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, E ഡോട്ട് DS എന്ന് എഴുതാം അല്ലേ. ടോട്ടൽ ഫ്ലക്സ് അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു എന്തുണ്ടാവും, ഇൻ്റഗ്രൽ E ഡോട്ട് DS. ഈയുടെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. Q ഡിവൈഡഡ് ബൈ 4πε0 r² എന്നുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് നോക്കുക, ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. അപ്പോൾ എല്ലായിടത്തും ഈ ഡിസ്റ്റൻസ് r എന്നുള്ള ഈ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ Q എന്നുള്ള ചാർജും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഫൈ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം, Q ഡിവൈഡഡ് ബൈ 4πε0 r² എന്ന് കൊടുക്കാം. Q ഡിവൈഡഡ് ബൈ 4πε0 r² ഇൻറ്റു ഇൻ്റഗ്രൽ DS. ഇൻ്റഗ്രൽ DS ചെയ്താൽ എന്തായിരിക്കും കിട്ടുക, മനസ്സിലാവാൻ എളുപ്പത്തിന് ഒരു ഫുട്ബോളിൻ്റെ കേസ് ആലോചിച്ചാൽ മതി. ഫുട്ബോൾ നിങ്ങൾ കണ്ടാവും, കുറേ ചെറിയ കള്ളികൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൽ ഒരു ചെറിയ കള്ളിയാണ് ഇതായി ഒരു DS എന്ന് വിചാരിച്ചോളൂ. അതായത് ഒരു കള്ളിയാണ് ഒരു DS. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിലിങ്ങനെ ഒരുപാട് കള്ളികളുണ്ടാവും. ആ കള്ളികളെല്ലാം കൂടി ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിലുള്ള എല്ലാ കള്ളികളും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക, ആ ഒരു ഫുട്ബോളിൻ്റെ മുഴുവൻ സർഫസ് ഏരിയയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ DS ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയാണ് നമുക്ക് കിട്ടുക. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ, അതായത് ഇൻ്റഗ്രൽ DS ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് 4πr². സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷനാണ് 4πr². ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു എന്താവും, ഫൈ ഈസ് ഈക്വൽ ടു Q ബൈ 4πε0 r² ഇൻറ്റു 4πr². അത് ക്യാൻസലായി പോവും. 4πr² ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്, ഫൈ ഈസ് ഈക്വൽ ടു Q ബൈ ε0. ഫൈ ഈസ് ഈക്വൽ ടു Q ബൈ ε0. അപ്പോൾ നമുക്ക് പ്രൂഫ് പോയി അല്ലേ. ക്ലോസസ് തിയറം പറഞ്ഞതാണ്, ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന അത് അതിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജിൻ്റെ 1/ε0 ടൈംസ് ആയിരിക്കും. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത്, നമ്മളൊരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്തു, അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗോഷ്യൻ സർഫസ്, നമ്മളവിടെ കൺസിഡർ ചെയ്യുന്ന ഇമാജിനറി സർഫസിനെ നമുക്ക് ഏത് സൈസിലും ഷേപ്പിലും കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ഗോഷ്യൻ സർഫസ് എന്നുള്ളത് ചെറിയ സൈസ് വേണമെങ്കിൽ ചെറിയ സൈസ് എടുക്കാം, വലിയ സൈസ് വേണമെങ്കിൽ വലിയ സൈസ് എടുക്കാം. ഇനി ഷേപ്പ് അതെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമുക്ക് തന്നിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് എടുക്കാം. എല്ലാ ചാർജ് ഡിസ്ട്രിബ്യൂഷനും ഒരുപോലെ എടുത്ത് നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ തന്നിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷന് ചെയ്യാൻ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഷേപ്പിൽ എന്തെടുക്കാം, ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യാം. പിന്നെ അവിടെ ചെയ്തത് നമ്മൾ എന്താണ്, അവിടെ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്ത്, ആ ചെറിയ ഏരിയയാണ് എന്ത്, DS. ആ DS-ലൂടെയുള്ള ചെറിയ ഫ്ലക്സ് കാണാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു, d∅ ഈസ് ഈക്വൽ ടു E ഡോട്ട് DS എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് കാണാൻ എന്ത് യൂസ് ചെയ്യാം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E ഡോട്ട് DS. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, ഈസ് ഈക്വൽ ടു Q ബൈ 4πε0 r² എന്നുള്ളതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഇൻ്റഗ്രൽ DS ചെയ്യണം. ഇൻ്റഗ്രൽ DS ചെയ്താൽ നമുക്ക് കിട്ടുക എന്താണ്, DS എന്ന് പറയുന്നത് ഈ ഏരിയയിലെ ചെറിയൊരു ഭാഗമാണ്. ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ എന്ത് വേണം, അങ്ങനെ ഈ ഇതിനെ മൊത്തം ഒരുപാട് ചെറിയ ഏരിയകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആ ഏരിയ എല്ലതും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. നമ്മളിവിടെ കൺസിഡർ ചെയ്തുള്ളത് സ്ഫെറിക്കൽ സർഫസ് ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 4πr². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു Q ബൈ ε0. അപ്പോൾ എന്തൊക്കെയായി ഇപ്പോൾ ക്ലോസസ് തിയറം അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഗോസസ് തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ളത് 1-2 ചാർജ് ഡിസ്ട്രിബ്യൂഷനുകളുടെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് അതിലേക്ക് പോയി നോക്കാം. അടുത്ത ടോപ്പിക്കാണ് എന്ത്, അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം. നമുക്ക് 3 അപ്ലിക്കേഷൻസാണ് ചെയ്യാനുള്ളത് മെയിനായിട്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമുക്ക് ടോപ്പിക് പറഞ്ഞത് എന്താണ്, അപ്ലിക്കേഷൻസ് ഓഫ്
ഗോസസ് തിയറം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് വയർ, സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് വയർ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാർജ്ഡ് വയർ കൺസിഡർ ചെയ്തു. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് എടുത്തോളൂ. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ഏതായാലും കുഴപ്പമില്ല, ഒരു ചാർജ്ഡ് വയർ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? ഈ ചാർജ്ഡ് വയറിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാം. ഒരു 6 ഡിസ്റ്റൻസിലുള്ള, ചിലപ്പോൾ ഇവിടെ ആവാം, ചിലപ്പോൾ ഇവിടെ ആവാം, ഇവിടെ ആവാം, എവിടെ വേണമെങ്കിലും ആവാം. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നത് ജനറലായിട്ട് 6 എന്നെടുക്കുന്നത്. ഒരു 6 ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് ലോ ആണ് യൂസ് ചെയ്യുന്നത്? ഗോസസ് തിയറാണ് യൂസ് ചെയ്യുന്നത്. ഗോസസ് തിയർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഇതിന് ചുറ്റും ഒരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചാർജ്ഡ് വയറാണ്, ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഷേപ്പ് എന്താണ്? ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിന് ചുറ്റും എന്ത് കൺസിഡർ ചെയ്യണം? ഒരു R റേഡിയസിലുള്ള ഒരു ഗോഷ്യൻ സർഫസ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? R എന്ന് എടുത്തിട്ടുണ്ട്, റേഡിയസ്. ഇപ്പോൾ ഒരു R റേഡിയസ് ഉള്ളൊരു ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു. കാരണം ആ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സർഫസ്. ഇനി നമുക്ക് എന്ത് വേണം? ഈ R ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇത് ഏത് സൈസിലും എടുക്കാം. നമുക്ക് അടുത്തുള്ളതാണ് വേണമെങ്കിൽ ചെറിയ റേഡിയസുള്ള സിലിണ്ടർ എടുക്കുക, കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ആറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി. ഏത് വാല്യൂ ആണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക, അതിൻ്റെ സിലിണ്ടറിൻ്റെ ഷേപ്പ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഗോസസ് ലോ അപ്ലൈ ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യാം. എന്ത്? DS. അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്തെടുക്കാം? E എന്നെടുക്കാം. അപ്പോൾ ഈ ചെറിയ ഏരിയയിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? E.ds ആയിരിക്കും. കാരണം സിലിണ്ടർ ഷേപ്പ് പറയുമ്പോൾ എന്തായിരിക്കും? ഫീൽഡ് ഇങ്ങനെ പല ഡയറക്ഷനിലേക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നത്? ചെറിയൊരു ഏരിയ എടുക്കുന്നത് DS. എന്നിട്ട് അവിടുത്തെ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യും, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അത് ഗോസസ് ലോ അനുസരിച്ചിട്ട് എന്തിന് ഈക്വലാണ്? Q/ε0 ഈക്വലാണ്. അത് കമ്പയർ ചെയ്യുക പിന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കിവിടെ ശരിക്കും 3 സർഫസുകളുണ്ട്. ഒന്ന്, ഇതിന് ചുറ്റുമുള്ള ഈ കർവ്ഡ് സർഫസ് ഉണ്ട് അല്ലേ? ഈ കർവ്ഡ് സർഫസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ടോപ്പിൽ ഇവിടെ ഒരു സർഫസ് ഉണ്ടായിരിക്കും, ബോട്ടം സൈഡിൽ ഇവിടെ ഒരു സർഫസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടോപ്പിലെ സർഫസ് എടുക്കുന്ന സമയത്ത്, ഇതാണ് ടോപ്പിലെ സർഫസ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് വരിക. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ആ സർഫസിന് നോർമൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? E.A രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ cos 90 വരുമ്പോൾ അതെന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അതേപോലെ തന്നെ ബോട്ടം സർഫസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്. E.A എടുത്താൽ എന്താവും? 0. അപ്പോൾ ഇവിടെ ടോപ്പ് സർഫസിലെയും ബോട്ടം സർഫസിലെയും ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ചെയ്താൽ മതി? ഈ കർവ്ഡ് സർഫസ് മാത്രം ചെയ്താൽ മതി. ടോപ്പിലെ സർഫസ് എടുത്താലും ബോട്ടം സർഫസ് എടുത്താലും അത് ഓർത്ത് വയ്ക്കേണ്ട വാല്യൂ എന്താണ്? 0 ആണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഏരിയ വെക്ടർ അല്ലെങ്കിൽ സർഫസ് വെക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ സർഫസിന് നോർമലായിട്ടാണ് വരിക. അപ്പോൾ നമുക്കിനി എവിടുത്തെ കാൽക്കുലേറ്റ് ചെയ്യണം? ഈ കർവ്ഡ് സർഫസിലെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കർവ്ഡ് സർഫസിലെ ഇവിടുത്തെ ചെറിയ ഫ്ലക്സ് d∅ = എന്ത് കിട്ടും? E.ds കിട്ടും. ടോട്ടൽ ഫ്ലക്സ് φ = നമുക്ക് എന്ത് എഴുതാം? E × ഇൻ്റഗ്രൽ ds അല്ലെങ്കിൽ ഇൻ്റഗ്രൽ E.ds. ഇവിടെ നോക്കുക, രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ E.ds എന്നുള്ളതും ds എന്നുള്ളതൊന്നും കുഴപ്പമില്ല. അപ്പോൾ φ = നമുക്ക് എന്ത് എഴുതാം? E × ഇൻ്റഗ്രൽ ds ചെയ്താൽ എന്താ കിട്ടുക? ds എന്ന് പറയുന്നത് ഈ സർഫസിലെ ചെറിയൊരു ഏരിയയാണ്. ഇൻ്റഗ്രൽ ds ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഈ കർവ്ഡ് സർഫസിൻ്റെ മുഴുവൻ ഏരിയ കിട്ടണം. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ നമ്മൾ പറഞ്ഞു ടോപ്പ് സർഫസിലെയും ബോട്ടം സർഫസിലെയും ഫ്ലക്സ് 0 ആണ്. അത് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് വേണ്ട ഏരിയ ഇനി അതായത് ഈ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ. ആ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ കാണാനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വരെ. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത് ബോട്ടം ഏരിയയുടെ മൊത്തം ലെങ്ത്, അതായത് ഇതിൻ്റെ സർക്കംഫറൻസും ഉണ്ടാവും, ഇതിൻ്റെ ഈ ലെങ്ത്തും ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ലെങ്ത് എത്രയാണ് വരിക? R റേഡിയസ് ആണ്. 2πr ഉണ്ടാവും. ഇൻറ്റു എന്തുണ്ടായിരിക്കും? ഈ സിലിണ്ടറിൻ്റെ ലെങ്ത്ത് L ആണെങ്കിൽ, അതായത് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്തെടുക്കാം? L എടുക്കാം. റേഡിയസ് R എടുത്തിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ, ആ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ഇത് 2πr × L. 2πr എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുത്തെ ഇത് കിട്ടും. നമ്മൾ ഇതിനൊക്കെ ചതുരത്തിനെ കാണാറില്ല, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ഇവിടുത്തെ ലെങ്ത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവിടുത്തെ ഏരിയ കിട്ടും, 2πr × L. ഇനി ഗോസസ് തിയറം പറയുന്നത് എന്താ? അക്കോർഡിംഗ് ടു ഗോസസ് തിയറം, phi is equal to q by epsilon 0 എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്നെടുക്കാം, ഇതിന് ഇക്വേഷൻ 2. രണ്ടിൻ്റെയും LHS എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേറ്റ് ചെയ്യാം? RHS ഇക്വേറ്റ് ചെയ്തൂടെ? RHS ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? E × 2πRL is equal to q divided by epsilon 0. നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് 2πRL ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനായി E is equal to q divided by 2πRL × epsilon 0. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇക്വേഷൻ എഴുതാം. അല്ല, നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം. ലാംഡ ഈസ് ഈക്വൽ ടു, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ചാർജ് ബൈ ലെങ്ത്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു q/L എന്നുള്ളൊരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ടേം ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? q ഈസ് ഈക്വൽ ടു ലാംഡ L എന്ന് കൊടുത്തൂടെ? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്താ വരിക? E × 2πRL ഈസ് ഈക്വൽ ടു ക്യൂവിന് പകരം എന്ത് കൊടുക്കാം? ലാംഡ L ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. രണ്ട് സൈഡിലും ആരുണ്ട്? L ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. പിന്നെ ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 2πr ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 × R. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? ഒരു സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി നമുക്കൊരു 2 ആപ്ലിക്കേഷനും കൂടി ബാക്കിയുണ്ട്. ഷീറ്റ് മൂലവും അതുപോലെ തന്നെ ഷെല്ല് മൂലവും ചെയ്യാനുള്ള മെത്തേഡൊക്കെ എല്ലാറ്റിലും സെയിം തന്നെയാണ്. നമ്മൾ ഫ്ലക്സ് കാണും, അത് ഗോസസ് തിയറായിട്ട് ഇക്വേറ്റ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ആൻസർ കിട്ടി. അപ്പോൾ നോക്കാം, നമ്മൾ ചെയ്ത സ്റ്റെപ്പുകളൊന്നും കൂടി പറയാം. നമ്മളിവിടെ കൺസിഡർ ചെയ്തൊരു സ്ട്രെയിറ്റ് ചാർജ്ഡ് വയറാണ്. ഈ സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ അതിന് ചുറ്റും എന്ത് ചെയ്തു? ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തു. ഈ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 3 സർഫസുകൾ ശരിക്കും വരുന്നുണ്ട്. ഒരു ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്, ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. ഇതിൽ ടോപ്പ് സർഫസിലും ബോട്ടം സർഫസിലെയും ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഏതിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി? കർവ്ഡ് സർഫസിൽ മാത്രം എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ ഒരു ചെറിയ ഏരിയ DS എടുത്തു. ടോട്ടൽ ഫ്ലക്സ് കാണാൻ phi is equal to ഇൻ്റഗ്രൽ E.ds ചെയ്തു. അതിൽ E.ds ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡിഎസിൻ്റെ വാല്യൂ എന്തുണ്ടായിരിക്കും? 2πRL. അങ്ങനെ ഇൻ്റഗ്രൽ DS ചെയ്താൽ കിട്ടേണ്ടത് നമുക്ക് എന്താണ്? അവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയയാണ്. ആ കർവ്ഡ് സർഫസിൻ്റെ ടോട്ടൽ ഏരിയ, അതാണ് 2πr × L. പിന്നീട് നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. ഗോസസ് തിയറം പറയുന്നത് phi is equal to q by epsilon 0 എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെയും RHS ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ E × 2πRL ഈസ് ഈക്വൽ ടു q by epsilon 0 എന്ന് വരും. നമ്മൾ q ചാർജിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നുള്ളൊരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു q/L ആണ്. അതിൽ നിന്ന് q ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ലാംഡ L എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ലെങ്ത്തിൻ്റെ ടേം ക്യാൻസലായി പോകും. ബാക്കി എന്താ ഉള്ളത്? E ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 × R. അതാണ് ഏത് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ? ഒരു ചാർജ്ഡ് വയർ മൂലം R ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള. ഏത് ഡിസ്റ്റൻസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് Rൻ്റെ വാല്യൂ മാറ്റി കൊടുത്താൽ മതി. നമുക്ക് 2 ആപ്ലിക്കേഷനും കൂടി ഉണ്ട്. നമുക്കൊരു ചാർജ്ഡ് ഷീറ്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജ്ഡ് ഷെല്ല് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.